രണ്ടുപേരുടെ കുംസാരം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഇതിലെ നായകൻ്റെ കുംസാരമാണ്. ഒരുപാട് സെൻറ്റിമെൻ്റൽ ആയ കുംസാരം കേട്ടിട്ട് കുറച്ച് നാളായി. ഇപ്പം കേൾക്കാം. ചേട്ടാ കുംസാരിച്ചിട്ട് പല കുംസാരങ്ങളും നമ്മളിങ്ങനെ പള്ളിയിലൊക്കെ നിന്നൊരു ക്യൂ ആയിട്ട് നിന്നൊരു കുംസാരങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം കേൾക്കുന്നില്ലെങ്കിൽ പോലും പക്ഷെ ഇതുപോലെ സങ്കടകരമായി കരയിപ്പിക്കുന്ന ഒരു കുംസാരം അതാദ്യമായിട്ടാണ്. സത്യമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മൂവി കണ്ടു കഴിഞ്ഞപ്പം എന്താ പറയുക, ഒരാൾ പോലും ആ തിയേറ്ററിൽ കരയാതെ ഇറങ്ങിപ്പോയിട്ടില്ല. ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം എൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി പോകുന്ന ആൾക്കാരൊക്കെ ചിലർ ടൗല് പൊത്തിപ്പിടിച്ചേക്കുന്നു, ചിലർ എൻ്റെ അതേ മാനരംസം കാണിക്കുന്നത്. ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് രീതിയിൽ ഇങ്ങനെ, കാരണം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുമല്ലോ ചേട്ടാ. സത്യമാണ്. ഞാൻ പണ്ട് ഇതുപോലത്തെ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ലെന്ന് വെച്ചാൽ ആകാശദൂത് എന്ന് പറയുന്ന സിനിമ. ഞാനത് പറഞ്ഞു ഇതിനു മുമ്പ് നമ്മുടെ അനീഷനോട് ഞാൻ ചോദിച്ചു, അനീഷേട്ടാ ആകാശദൂതിന് ശേഷം ഇതുപോലെ ഇന്ന് കരയുന്നൊരു മൂവി. അല്ല, സത്യമാണ്. കാരണം പക്ഷേ ഈ സിനിമയെ പിടിച്ചു നിർത്തുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഒരിക്കലും സെന്റിമെന്റ്സ് അല്ല. സെന്റിമെന്റ്സ് മാത്രമായിരുന്നെങ്കിൽ ജനങ്ങൾ ഈ തിയേറ്ററിലിരുന്ന് സിനിമ കാണുകയില്ല, ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ ഈ സിനിമയെ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഘടകങ്ങൾ ഈ സിനിമയിലുണ്ട്. കാരണം എന്താ പറയുക, നല്ല നല്ല മുഹൂർത്തങ്ങൾ, ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു ഇൻട്രവൽ പഞ്ച് ഉണ്ട് അല്ലേ? ഇതൊക്കെ തന്നെയാണ്. കാരണം ഞാൻ സാധാരണ ഇതിൽ ഇൻട്രവൽ പഞ്ചിന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ് കഴിഞ്ഞാൽ പടപെടാന്ന് പറഞ്ഞ് എല്ലാവരും ആരും പോകണമെന്നില്ല, അടുത്തത് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം കോർത്തിണക്കിയിട്ടുള്ള സിനിമയാണ് കുമ്പസാരം. ഒരു ആക്ടറെ സംബന്ധിച്ച് ഇതുപോലത്തെ പെർഫോമൻസിന് സാധ്യതയുള്ള സിനിമകളുടെ ഭാഗമാകാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യകരം. മാത്രമല്ല, നമ്മുടെ മലയാളി പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ സുഖമാണ്, കരയിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ വിറ്റുപോകാത്ത രണ്ട് ഘടകങ്ങളാണ്. ചില നല്ല പ്രണയങ്ങൾ അല്ലെങ്കിൽ വിറ്റുപോകില്ല, കാരണം അപ്പ കൂല് വരും അല്ലേ? ക്ലീഷ കഴിഞ്ഞാൽ അപ്പ ഒരു സെന്റില്ലാതെ കൂക്കളെ. അതുപോലെ തന്നെയാണ് സെന്റിമെന്റ്സ്. ഒരാൾ കരഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അപ്പ കൂകുന്ന കാലഘട്ടമാണിത്. പക്ഷേ അവിടെ ഇങ്ങനത്തെ ഒരു സിനിമ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ഓസ്കാർ അവാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് മാത്രമല്ല ചേട്ടാ, എനിക്ക് സിനിമ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിൽ ജേട്ടൻ ഓട്ടോ ഡ്രൈവറായിട്ട് അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഓട്ടോ ഡ്രൈവറോ, എൻ്റെ കിളി അങ്ങ് പറഞ്ഞു. കാരണം ചേട്ടൻ ഇതിനു മുമ്പും ഇതിനും ഓട്ടോ ഡ്രൈവറായിട്ട് തന്നെ ഇതും ഓട്ടോ ഡ്രൈവറും. പിന്നീടാണ് ആ ഒരു ക്യാരക്ടർ, പിന്നെ കഥയിലേക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി അതൊരു ആ കഥയുടെ ഏറ്റവും വലിയൊരു നെടുന്തൂണാണ്. കാരണം ജേട്ടൻ എനിക്കൊന്ന് ഭയങ്കരമായിട്ട് ഫീലായിട്ട് തന്നെയാണ് തോന്നുന്നു കരഞ്ഞത്. ഗ്ലിസറിനൊന്നും യൂസ് ചെയ്തിട്ടുണ്ടെന്നേ എനിക്ക് തോന്നുന്നു. അതുപോലെ ഫീലായിട്ട് കരയുന്ന പോലെ ഒരു അത് ആ സിനിമ തുടങ്ങുന്നത് തന്നെ മകൻ്റെ കീമോ കഴിഞ്ഞ് അവൻ അത്യാവശ്യം ഭേദപ്പെട്ട് അവൻ സ്കൂളിലേക്ക് പോകുന്ന സീനിൽ നിന്നാണ് ആ പടം തുടങ്ങുന്നത്. അപ്പോൾ ഓൾറെഡി ഇയാൾ മെൻ്റൽ സ്ട്രഗിൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവണം. എവിടെ നിന്നൊക്കെയോ പാവം കാശ് കടം മേടിച്ച് എല്ലാം ചെയ്തിട്ടായിരിക്കണം മോൻ്റെ, കാരണം ഇയാൾ വാടക വീട്ടിലാണ് ജീവിക്കുന്നത്. അവിടെ നിന്ന് വരെ എല്ലാ മാനസിക സംഘർഷങ്ങളും അനുഭവിച്ച് മോൻ്റെ കീമോ എല്ലാം കഴിഞ്ഞ് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പം ചെറിയൊരു സന്തോഷത്തിൽ നിന്ന് പടം തുടങ്ങുന്നു. ചെറിയൊരു സന്തോഷമുള്ളെങ്കിലും പക്ഷേ അവിടെ നിന്ന് വീണ്ടും ഇയാൾ പോകണം. അപ്പോൾ നല്ലൊരു പീക്കിൽ നിന്നാണ് ഓൾറെഡി തുടങ്ങിയേക്കുന്നത് തന്നെ. അപ്പം അതൊക്കെ വല്ലപ്പോഴുമാണ്. സാധാരണ ഗ്രാജുവലി ഇങ്ങനെ വളരെയല്ലേ. ഇത് ഓൾറെഡി മെൻ്റൽ സ്റ്റേറ്റ് വളരെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന അവിടെ നിന്നാണ് പടം തുടങ്ങുന്നത്. അപ്പോൾ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പല സ്ഥലത്തും ദൈവം ഞാനിത് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ള രീതി ഉണ്ടായിരുന്നു. സെറ്റിലും കൂടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഹെവി സീൻസ്. അത് എനിക്ക് തോന്നണില്ല ഞാൻ ഇത്രയധികം മെൻ്റൽ സ്ട്രഗിൾ അനുഭവിച്ച സിനിമ ഉണ്ടായിട്ടുണ്ടാകുമോ. അത് 3 ദിവസം ഈ സിനിമയ്ക്ക് 3 ദിവസം ഡബ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഡബ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കോലം കെട്ടുപോയി ഞാൻ. കാരണം ഭാര്യ വെച്ചത് എന്തോ വല്ലാത്തൊരു ക്ഷീണവും കാര്യങ്ങളും മുഖമൊക്കെ വലിഞ്ഞിട്ട് എന്തോ പോലെ ആയിപ്പോയി. കാരണം ഈ 35 ദിവസം അനുഭവിച്ച മാനസിക സംഘർഷം മൊത്തം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞ ഈ ഡബിങ് സമയത്ത് 3 ദിവസം കൊണ്ടാണ്. അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറും ഞാൻ എന്നും ലൈഫിൽ എടുത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും സിനിമയുമാണ് കുമ്പസാരം എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശ് പറയുന്നൊരു ഡയലോഗ് ഉണ്ട് അതിൽ, അമ്മയ്ക്ക് വിഷമം വന്നാൽ അമ്മ അച്ഛൻ്റെ അടുത്ത് പറയും, പപ്പേൻ്റെ അടുത്ത് പറയും, പപ്പയ്ക്കൊരു വിഷമം വന്നാൽ പപ്പ ആരോട് പറയും. അതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ചെറുക്കനല്ലേ ഞാൻ എന്തായാലും പറഞ്ഞില്ലേ അമ്മേ. ഞാൻ ഇന്നും മറന്നിട്ടില്ല, പള്ളിയിൽ നിന്നിട്ട് ഈ പയ്യൻ തലയൊക്കെ മുട്ടയടിച്ചിട്ട് നിൽക്കുന്നുണ്ടേടാ. പറയുമ്പോൾ എന്നെ കാണാറി
ചില സമയത്ത് നമ്മൾ നമ്മുടെ മക്കളായിട്ട് കണക്ട് ചെയ്യും, ചില സമയത്ത് നമ്മൾ പോലും അറിയാതെ. കാരണം എനിക്കൊരു മോനുള്ളായിരുന്നു, എന്തൊക്കെ വന്നാലും അത് കണക്ട് ചെയ്യും, പക്ഷെ അത് ഞാൻ എടുക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണലൈസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ശരിയാവില്ല. കാരണം എൻ്റെ മോനോട് കാണിക്കുന്ന അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അതല്ലല്ലോ ആൽബിയുടെ മോനോട്. അപ്പോൾ ഞാൻ പള്ളിയിലൊരു സീക്വൻസ് ഉണ്ട്, അതിൻ്റെ അത് ഓ ഗോഡ് എന്നുള്ള രീതിയിൽ ഒരു പാട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവനുമായിട്ട് എപ്പോഴും ഫൈറ്റാണ്. ആ ഫ്രണ്ട് ഇവന് ബാൻഡ് കെട്ടി കൊടുത്തിട്ട് രണ്ടുപേരും കൂടി ഹഗ് ചെയ്യുന്ന സീൻ കണ്ടിട്ട് ഞാനങ്ങോട്ട് തകർന്നു പോയി. അത് ആ സമയത്ത് അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തതാണ്, അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തു. ഞാൻ കണ്ടിട്ട് ഞാൻ തന്നെ ഒരു വല്ലാണ്ടായിപ്പോയി. അങ്ങനെ തന്നെ എടുത്തിട്ടുള്ളത്, അല്ലാതെ അതിന് വേണ്ടി സെപ്പറേറ്റ് കട്ട്. കാരണം അത് തന്നെ ആ സീക്വൻസ് അവിടെ ചെയ്യിച്ചു വീണ്ടും. എന്നിട്ട് അത് നോക്കിയാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അതാണെന്ന് തോന്നുന്നു ജനങ്ങൾ തിയേറ്ററിൽ നിന്നൊന്ന് പെടഞ്ഞു പോയത്. എനിക്ക് അന്ന് ഡബിങ് സമയത്ത് അവൻ ആ പാട്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ക്രീനിൽ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ്. എല്ലാ ഇതിൽ ഓരോ ഡയലോഗിന് പോലും ഭയങ്കരമായ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ പോയില്ലേ. അപ്പോൾ യുവിൻ്റെ പുസ്തകം ഇതുപോലെ അങ്കുർ റാവത്തർ വന്ന് പറഞ്ഞപ്പോഴും നമുക്കൊരു ഒരു പിക്ചർ അത് പൊളിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ട് എന്ന് നമുക്ക് തോന്നിയിരുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിലെ കഥാപാത്രം വന്ന് പറയുമ്പോഴത്തേക്കും ഇതിനൊരു പ്രൊഡ്യൂസറെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനത്തെ ഒരു സീരീസ് മൂവിക്ക് ചിലപ്പോൾ ഒരു പ്രൊഡ്യൂസർ വരണമെന്നില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, നിയാസ് മുമ്പിലേക്ക് വന്നു എന്നല്ല. മോസയിലെ കുതിരമീനുകൾ എന്ന് പറയുന്ന അതൊരു സിനിമയെ സ്നേഹിക്കുന്ന പ്രൊഡ്യൂസറാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതുപോലത്തെ ഒരു കലാമൂല്യമുള്ള സിനിമ എടുക്കേണ്ട കാര്യമില്ല. കാരണം കച്ചവട സിനിമയല്ല അതൊരു. പക്ഷേ എന്നും എടുത്തു വയ്ക്കാൻ പറ്റുന്ന, മലയാളത്തിൽ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് മാറും. എനിക്ക് തോന്നുന്നു പപ്പേട്ടൻ്റെ സിനിമകൾ, പത്മരാജൻ്റെ സിനിമകൾ നമ്മൾ എടുത്തു ഇന്നൊന്നുമല്ല കൾട്ട് ഓഫ് മലയാളം സിനിമ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും 100 സിനിമ 100 ദിവസമൊന്നും തിയേറ്ററിൽ ഓടിയിട്ടുള്ള സിനിമകളല്ല അല്ലേ. ബോക്സ് ഓഫീസിൽ ചിലപ്പോൾ ഒരുപക്ഷെ പരാജയപ്പെട്ട സിനിമകളാണ് നമ്മൾ ഇന്ന് നമ്മൾ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സിനിമകൾ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ കുമ്പസാരം എന്ന് പറയുന്ന സിനിമ നാളെയും സംസാരിക്കുന്ന ഒരു സിനിമയായിട്ട് മാറുന്നതാണ്. പക്ഷേ അതിന് വേറെ ഇതും കൂടി വരുന്നുണ്ട്. ഇത് ബോക്സ് ഓഫീസിൽ ഹിറ്റാവും, കാരണം ആൾക്കാരുടെ കയ്യിൽ നിന്ന് വരുന്ന ഒരു പ്രതികരണം അങ്ങനെയാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മനസ്സിൽ ടച്ച് ചെയ്യുന്ന എന്തെങ്കിലും പ്രതികരണങ്ങൾ കിട്ടിയിരുന്നു? അയ്യോ, ഒരുപാട്. എനിക്ക് പേഴ്സണലി, കാരണം ഒരുപാട് സിനിമകൾ കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കുന്നതല്ലേ. പക്ഷേ ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, എന്തെങ്കിലും വാക്കുകൾ കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് ഒരു സ്ട്രൈക്കിംഗ് എന്ന് പറയാൻ പറ്റും. എൻ്റെ മോൻ എൻ്റെ എല്ലാ സിനിമകളും കാണും. എൻ്റെ മോശം സിനിമകളും നല്ല സിനിമകളൊക്കെ കാണും. എൻ്റെ മോൻ ഈ സിനിമ കണ്ടിട്ട് ഫസ്റ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എങ്ങനെയുണ്ടാ പടം കണ്ടിട്ട്? അച്ഛാ ഞാൻ കരഞ്ഞു അച്ഛാ എന്ന് പറഞ്ഞു. ദൈവമേ, എൻ്റെ കിളി പറന്നു പോയി. കാരണം 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ്റെ മനസ്സിന് ടച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുമ്പസാരത്തിന് വളരാൻ പറ്റിയെന്നുള്ളത് അതൊരു നിസ്സാരമായ ഒരു കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പരിചയമില്ലാത്തവർ എന്നെ വിളിച്ചിട്ട് മെസ്സേജിലൂടെയൊക്കെ, ജയസൂര്യ, ഞാൻ ഫേസ്ബുക്കിലൊക്കെ എനിക്ക് മെസ്സേജ് വരുന്നത്, ഞാനിങ്ങനെ ആദ്യമായിട്ടല്ലേ താങ്കൾക്ക് മെസ്സേജ് ചെയ്യുന്നത്, എനിക്കിതായിട്ട് തോന്നി. ഈ അടുത്ത കാലത്ത് ഞാൻ സിനിമ കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല കേട്ടോ, ഇങ്ങനത്തെ സിനിമകളാണ് നിങ്ങൾ നമുക്ക് തരേണ്ടത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഇന്ന തരത്തിലുള്ള സിനിമകളാണ് വേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് തെറ്റ്. അല്ല, അവരെല്ലാ തരം സിനിമകളും സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്, അത് നല്ല സിനിമയാണെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും കുമ്പസാരം അതുപോലത്തെ ഒരു സിനിമ തന്നെയാണെന്നാണ് എനിക്ക് 100%. മറ്റുള്ള താരങ്ങളെ പറ്റി ഒന്ന് പറയൂ കൂടുതൽ ചെയ്തിന്. കാരണം ഇതിലെ ഏറ്റവും എടുത്ത് പറയേണ്ടത് വില്ലൻ അല്ലേ. വില്ലന് ഒരു എടുത്തു പറയുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം നമ്മൾ ആരും ചിന്തിക്കാതെ ഒരു വില്ലൻ വന്ന് പ്രത്യക്ഷപ്പെടുന്നത്. കാരണം ഞാൻ ഒട്ടും ചിന്തിക്കുന്നില്ല ഇതാണ് വില്ലൻ, നമ്മൾ ഒരിക്കലും ചിന്തിക്കും. ലാസ്റ്റായപ്പോൾ ഇതാണല്ലേ വില്ലൻ എന്ന് ചിന്താഗതിയാണ് വന്നത്. അല്ല, ഇതെന്താ പറയുക, ഇതിലെ എല്ലാവരെയും കുറിച്ച് പറയാം. ഇതിലെ വില്ലൻ എന്ന് പറയുന്നത് ആക്ച്വലി ആൽബിയുടെ സിറ്റുവേഷനാണ്. ഇതിലെ വില്ലൻ ആൽബിയുടെ സിറ്റുവേഷനാണ് അയാളെയും ഒരു തരത്തിൽ വില്ലനാക്കുന്നത് അല്ലേ. അപ്പോൾ അതൊന്ന്. പിന്നെ ഇതിലെ കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഹണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹണി ട്രിവാൻഡ്രം ലോഡ്ജിൽ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എന്നെയും വിനയൻ സാറ് ഞങ്ങളെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിനയൻ സാറ് ഹണീനെയൊക്കെ. എനിക്ക് തോന്നുന്നു ഹണി സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്നതിൻ്റെ പേരിലാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാവുക. ഒന്നിനെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ മാത്രമേ അയാൾക്ക് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ, അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇവിടെ വളർച്ച ഉണ്ടാവുള്ളൂ. അത് ഹണിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഹണി എനിക്ക് തോന്നുന്നു ഒരു ഇമേജ് ബ്രേക്കിംഗ് ഹണിയുടെ ഈ സിനിമയായിരുന്നു. ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അബ്ദുവായിട്ട് നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് ഹണീനെ ആ ക്യാരക്ടറായിട്ട് തന്നെ കാണാൻ പറ്റിയിരുന്നു. കാരണം അത്രയേറെ മാറ്റം ഹണി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നേരെ അനീഷ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഹണിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതൊരു ആരും ചിന്തിക്കാത്തൊരു തോട്ടാണ്. അത് അനീഷിന് വേണം ക്രെഡിറ്റ് കൊടുക്കാൻ. കാരണം ചിലപ്പോൾ എല്ലാവർക്കും ജനങ്ങൾക്ക് ഓൾറെഡി ഒരു ഇമേജുള്ള ഹീറോയിനെ വെക്കാനേ ശ്രമിക്കുള്ളൂ. പക്ഷേ ഹണിക്ക് അങ്ങനെ ഒരു ഇമേജ് ഇല്ല. പക്ഷെ അങ്ങനെ ഒരു ഇമേജിലേക്ക് ആ കഥാപാത്രം എന്താ പറയുക, ആ ഹണി എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഹണിയെ ഇങ്ങനെ പെർഫോം ചെയ്യുന്നു നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. അല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊന്ന്.
പ്രിയങ്ക എന്ന് പറഞ്ഞാൽ ബ്രില്യൻ ആക്ട്രസ്സാണ്. ഇപ്പോൾ വെയിൽ എന്ന് പറയുന്ന സിനിമയിലൊക്കെ അസാധ്യമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചുള്ള കുട്ടിയാണ്. അപ്പോൾ ഞാൻ കിച്ചാമണി എന്ന് പറയുന്നൊരു സിനിമയാണ്, അന്ന് പരാജയപ്പെട്ടു പോയ സിനിമയാണ്. അത് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. അതൊന്ന്. പിന്നെ അതിനുശേഷം പിന്നെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് പ്രിയങ്ക വരുന്നത്. ഇന്നും ആ സിനിമയുടെ ഇടവേളകളൊന്നും ബാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. തീർച്ചയായിട്ടും അതൊന്ന്. പിന്നെ ഷാനവാസ്ക ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഷാനവാസ്കയുടെ കൂടെ. അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കൊടുക്കാൻ പറ്റുന്നൊരു മുഖമാണ് പുള്ളിയുടെ. പൊളിച്ചെടുക്കും മൂപ്പര്. അത് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റുന്ന അത് പറ്റുന്ന ഒരു ആക്ടറാണ്. കാരണം അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം, രണ്ട് സാധനം രണ്ട് രീതിയിലാണ് പ്ലേ ചെയ്തത്. ഗംഭീരമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ, അയ്യോ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. അതൊക്കെ ഭാവിയിലെ പുലികളാ, അയ്യോ ഐറ്റങ്ങളാണ്. പിള്ളേരുടെ മുഖത്ത് വരുന്ന റിയാക്ഷൻസ് ഉണ്ടല്ലോ. അതായത് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കത്ത് വായിക്കുന്നുണ്ട്. ഐ ആം ഹാപ്പി അബൌട്ട് ടിനു എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അവൻ്റെ മുഖത്തുള്ള കോൺഫിഡൻസ് ലെവൽ കണ്ടിട്ട് ഞെട്ടിപ്പോയി ഞാൻ. അല്ലെങ്കിൽ എൻ്റെ പിള്ളേരുടെയൊക്കെ കണ്ണിൽ വരുന്ന എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അവൻ പള്ളിയുടെ അകത്ത് കർത്താവിനെ നോക്കിയിരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ മങ്കിപ്പൻ എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ മോനായിട്ട് അഭിനയിച്ചവന് ഒരു അവാർഡ് ഉറപ്പാണ്, സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞ പോലെ ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, ഇതിനകത്തും എൻ്റെ മോനായിട്ട് അഭിനയിച്ചവന് ഒരു അവാർഡ് ഉറപ്പാണ്. കാരണം അമ്മാതിരി പെർഫോമൻസ് ആണ്. അയ്യോ, നാല് ഐറ്റങ്ങളാണ്. പിന്നെ ജിഗ്രു, പിന്നെ ഓഫ്കോഴ്സ് ഞാൻ ഇപ്പൊ ജിലേബി എന്ന് പറഞ്ഞ പടം അഭിനയിച്ചു. അവനൊരു ഔട്ട് കുട്ടികളുടെ മോഹൻലാലാണ് അവൻ, ലാലേട്ടനാണ്. ഇതൊരു പെർഫോമൻസ് ഒന്നും അറിയിച്ചു ചെറുക്കന്മാരൊക്കെ. പിന്നെ വിനീതേട്ടൻ അറിയാലോ, നമ്മള് ഈ ലോകത്ത് ഒരാളെ വേദനിപ്പിക്കാത്തൊരു മനുഷ്യനാണ് വിനീതേട്ടൻ. ഭയങ്കരമാണ്. ഇപ്പോൾ നമ്മൾ കാട്ടുകുളം വീരപ്പനെ കുറിച്ച് പറഞ്ഞാണെങ്കിൽ, വീരപ്പനല്ലടാ സോ നൈസ് അല്ലേ എന്ന് പറയുന്നത് ഭയങ്കര പാവ മനുഷ്യനാണ് അദ്ദേഹമൊക്കെ. എനിക്കൊക്കെ അദ്ദേഹത്തോട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ വലിയ ഭാഗ്യമല്ലേ. എത്രയോ വർഷക്കാലം നമ്മൾ സ്ക്രീനിൽ അല്ലേ കണ്ട്. അത് പറഞ്ഞ പുള്ളിക്ക് വലിയ ദേഷ്യ. ഞാൻ പറഞ്ഞു, ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്ത് ചെറുപ്പത്തിൽ അങ്ങനെ പറയണ, അപ്പൊ അത് നല്ലൊരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറുമായിട്ട് വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് മൂപ്പര് ചെയ്യുന്നത്. ഭയങ്കര കാലിബറുള്ള ആക്ടറാണ്. ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ ഒരു ആക്ടറാണ്. എനിവേ, എന്തായാലും കുംസാറും ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ജയേട്ടാ. കാരണം കണ്ട ആൾക്കാർക്കൊക്കെ നല്ല അഭിപ്രായം. കണ്ട ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നു, എനിക്ക് ആകാശദൂതിന് ശേഷം, അതാണ് ഞാൻ പറഞ്ഞത്, ആകാശദൂതിന് ശേഷം ഇത്രയും മനസ്സിനെ ടച്ച് ചെയ്ത വേറൊരു ഫിലിമില്ല. കണ്ണ് നിറയിച്ച ഒരു ഫിലിം. അല്ല, എന്താ പറയുക, വേറൊരു അതിൻ്റെ ഒരു കാര്യമുള്ളത്, ഇപ്പം നിനക്ക് 40-45 വയസ്സായി. പക്ഷേ ഇതല്ലാതെ 15-25 വയസ്സ്. എക്സ്ക്യൂസ് മീ, ഒന്നും കേട്ടില്ല ചേട്ടാ. അതങ്ങനെടാ, യഥാർത്ഥ വയസ്സ് വരുമ്പോൾ നമ്മൾ പലപ്പോഴും അതാണ് എനിക്ക് 45 വയസ്സ്, ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നത്. അത് ബഹുമാനം കൊണ്ടല്ലടാ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഇപ്പം നിന്റെ പ്രായത്തിലുള്ളവരാണെങ്കിലും ഇപ്പം 15-25 വയസ്സുള്ള ആളുകൾ ഈ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്നു. കാരണം എൻ്റെ FBയിൽ വരുന്ന കമൻസ് മൊത്തം ആ പ്രായത്തിലുള്ളവരുടെ കൂടിയാണ്. അപ്പം നമ്മൾ വിചാരിച്ച യൂത്ത് ഏറ്റെടുക്കില്ല, അത് വെറുതെയാണ് കേട്ടോ. യൂത്താണ് നല്ല തലയുള്ള പിള്ളേര്. അവർ പുതിയ സിനിമകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കാത്തിരിക്കുന്നവർ തന്നെയാണെന്ന് ഈ സിനിമയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ചേട്ടാ, ഇതുപോലൊരു സിനിമ ഞങ്ങൾക്ക് തന്ന ജയേട്ടൻ ആദ്യം തന്നെ. അല്ല, എനിക്കല്ല, ഞാൻ ഇത് അനീഷിനും അതുപോലെ തന്നെ ഈ സിനിമ നിർമ്മിക്കാൻ വേണ്ടി വന്ന നിയാസ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർക്കാണ് ഞാൻ ഈ അവസരത്തിൽ നന്ദി. എല്ലാവർക്കും ഉണ്ട്. കൂടുതൽ ഞാൻ തൊട്ടടുത്തേക്ക് ചേട്ടൻ ആദ്യം. അല്ല, അതെല്ലാം പോട്ടെ, ഞങ്ങൾ ഇതെല്ലാം മുമ്പോട്ട് കാഴ്ചവെച്ചിട്ട് ജനങ്ങൾ കാണാൻ വന്നില്ലേ, തീർന്നില്ലേ. പക്ഷെ എന്നാലും ഇത് ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് കണ്ട ഞാൻ തന്നെ പറയുന്നു. അതുപോലെ ഓക്കെ. അപ്പം ഇനിയും ഒരുപാട് ഇങ്ങനത്തെ ഒരുപാട് നല്ല സിനിമകൾ ചേട്ടനിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് സിനിമകളോടെ ചേട്ടൻ ഇങ്ങനെ ഇൻഡസ്ട്രി നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി. വളരെ വളരെ സന്തോഷം സബാൻ. ഞാൻ അന്നും പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. മലയാള സിനിമയിൽ ഒരു ചെയറുള്ള ഒരു ഭാവിയുള്ള ഒരു ആക്ടറാണ് സബാൻ. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം. ജയേട്ടൻ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവിയിൽ എനിക്കൊരു വേഷം തരുന്നതായിരിക്കും. അതിനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. പക്ഷെ ആ ചെറിയ വേഷത്തിലൂടെ വരേണ്ടവനല്ല നീ. ജയേട്ടാ, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു വെരി മച്ച്.